HIV മേഖലയിലും അതുപോലെ ഒരു ആരോഗ്യ പ്രവർത്തക എന്ന രീതിയിലും വളരെയധികം ഈ ഒരു വളരെയധികം നല്ല രീതിയിൽ കുറേ പെർഫോമൻസ് കൈകാര്യം ചെയ്ത് കുറേ കാര്യങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. യാമിനി മാഡത്തിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളും അതിനെക്കുറിച്ച് ഇപ്പോൾ സാറ് ഞങ്ങളുടെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു 1.5 മാസമായിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വരികയും ഇതിനെക്കുറിച്ച് സാറിൻ്റെ തന്നെ കുറച്ച് വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ഈ ഒരു മേഖലയെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് പറയാം, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റേറ്റസ് വെച്ചിട്ട്. എല്ലാവർക്കും നമസ്കാരം. കേരള ആദ്യമായി മാതൃഭൂമിയോട് നന്ദി പറയുന്നു. അക്ഷരാഭ്യാസം തുടങ്ങിയതിന് ശേഷം വളരെ സ്നേഹാദരപൂർവ്വം ഞാൻ അടുത്തറിയുന്ന ഈ പത്രലോകത്തെ അവരുടെ നന്മയെ സ്വാഗതം ചെയ്യുന്നു. എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചർച്ചയാണ് ഇന്നത്തെ കാലത്ത് HIV നിയന്ത്രണം എന്നുള്ള ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം. ഒരുപക്ഷെ നമ്മളിൽ പലരും മറന്നുപോയ വളരെ തീവ്രമായ ഒരു കാലത്ത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു സാംക്രമിക രോഗത്തെ, അതല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന സാംക്രമികത എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു രോഗത്തെ നമ്മളൊരു കാലത്ത് വളരെ ഭീതിയോടുകൂടിയായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ ശാസ്ത്രലോകത്തിൻ്റെ വളർച്ച മൂലം നമുക്കത് നിയന്ത്രിക്കാൻ സാധിച്ചു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മളോട് വിളിച്ചു ഓതുന്നത് ഈ HIV ഇന്ന് കൗമാരക്കാരിൽ കൂടുതലായിട്ട് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പല ഏജ് ഗ്രൂപ്പുകളിലുള്ളവർക്ക് HIV ബാധിതരായി കണ്ടുവരുന്നുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. നമ്മുടെ ചർച്ചകൾക്കിടയിൽ പല കാരണങ്ങൾ നമ്മൾ തേടിപ്പോകാം. എന്ത് കാരണങ്ങളായാലും നമ്മുടെ കുട്ടികൾ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത്, യുവതികൾ, യുവാക്കൾ, ഇവരുടെ ഇടയിൽ നല്ലൊരു ശതമാനം വർധനയാണ് ഈ കാലഘട്ടത്തിൽ കണ്ടത്. അതിനെ തടയാൻ, അതിന് പല കാരണങ്ങളുണ്ട്, അതിനെ തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചർച്ചകളിലും സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ഭാഗമായി ഞങ്ങളിവിടെ എത്തിയത്. എല്ലാ മേഖലകളിലും ഇതൊരു ചർച്ചയ്ക്ക് വിധേയമായി നമ്മുടെ നാട്ടിൽ ഇത്തരം അസുഖങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു കണക്കുകൾ, അതായത് ഭാരതം എവിടെ നിൽക്കുന്നു, കേരളം ഈ ഒരു സാഹചര്യത്തിൽ എവിടെ നിൽക്കുന്നു, കണക്കുകൾ എത്ര HIV അണുബാധിതരുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണോ, അതുപോലെ ആ ട്രെൻഡ് അത് കഴിഞ്ഞ ഒരു 3 വർഷം നോക്കുമ്പോൾ അത് കൂടി വരികയാണോ, അത് കുറഞ്ഞു വരുന്നുണ്ടോ, അത് ഏത് പ്രായക്കാരിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്, ആ രീതിയിലുള്ളൊരു എല്ലാവർക്കും പൊതുവെ അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ മാതൃഭൂമിക്ക് എല്ലാ വിധത്തിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ HIV എന്തുകൊണ്ട് ഒരു ചർച്ചയാകണം എന്നുള്ളത്, മോർ ദാൻ HIV നമ്മൾ ചർച്ചയാക്കേണ്ടത് ഈ ഒരു ഫ്രീഡം ഓഫ് സെക്ഷുവാലിറ്റി ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അതൊരു കോൺവെർസേഷനാക്കി മാറ്റണം. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ സംസാരിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു HIV നമ്മൾ എത്തുള്ളൂ. ബിക്കോസ് HIV മാത്രമല്ല, STIs, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ബോത്ത് STIs ആസ് വെൽ ആസ് HIV കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നന്നായി കൂടി വരുന്നുണ്ട്. എസ്പെഷ്യലി STI, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, നോട്ട് ദ ഹോൾ വേൾഡ് ഓവർ. ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് കൂടി വരുന്നിട്ട് ഉള്ളതാണ് കാണുന്നത്. അപ്പം STIs കൂടിയാൽ, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് കൂടിയാൽ അതേ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ തന്നെയാണ് HIV. അപ്പോൾ അങ്ങനെ വരുമ്പം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് കൂടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ HIV കൂടെ കൂടി വരുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിൻ്റെ നമ്മളൊരു 2022 തൊട്ടുള്ള ഒരു ഡേറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ യൂഷ്വലി നമുക്ക് ശരാശരി ഓൺ ആൻ ആവറേജ് നമ്മുടെ സ്റ്റേറ്റിൽ എവറി ഇയർ ഒരു 100 പെർ മന്ത് തന്നെ എടുക്കുക, 100 ന്യൂ കേസസ് ഓഫ് HIV പെർ മന്ത്. അങ്ങനെയാണ് നമുക്ക് കൂടി വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 1200 കേസസ് പെർ ഇയർ.
അങ്ങനെയാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് HIV കേസസ്, ന്യൂ കേസസ് എവറി ഇയർ. പക്ഷേ ഈ ലാസ്റ്റ് ഇയർ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ 2022-23 is 1183, 23-24 is 1263, 2024-25 is 1213. അപ്പോൾ യു ക്യാൻ സി ഒരു 1200 നിൽക്കുന്നത്. പക്ഷേ ഇപ്പം ഏപ്രിൽ ടു നവംബർ എടുത്തപ്പോൾ തന്നെ 934 ആയി കഴിഞ്ഞു ദിസ് ഇയർ. അപ്പം ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എത്തുമ്പോഴത്തേക്ക് ഇനി 4 more months ഉണ്ട്. അപ്പം പ്രോബബ്ലി വി ആർ ഗോയിങ് ടു ക്രോസ് 1200 എന്തായാലും നമ്മൾ ക്രോസ് ചെയ്യും. സോ ഒരു ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സ്ലോലി സംവെയർ ഇൻക്രീസിങ്, പതുക്കെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. STIs on the other hand, sexually transmitted infections has increased exponentially. നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് ഇൻ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻ അവർ ഹോസ്പിറ്റൽസ് പറയുന്നത് അവർ 5 വർഷം MBBS പ്ലസ് 3 വർഷം MD ചെയ്തപ്പം കാണാത്ത സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഇപ്പോൾ ആഴ്ചയിൽ 2 വീതം കാണുന്നുണ്ട് എന്നാണ് അവരുടെ ഒരു ഫീഡ്ബാക്ക്. അപ്പം എക്സ്പോണൻഷ്യലി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഫീഡ്ബാക്ക് നമുക്ക് നമ്മുടെ പെരിഫറൽ സെൻറ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ അത് കൂടുന്നത് is very bad for us. ആക്ച്വലി നമ്മുടെ ഏജ് ഗ്രൂപ്പ്സ്, നേരത്തെ രശ്മി പറഞ്ഞതുപോലെ ഏജ് ഗ്രൂപ്പ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ യൂഷ്വലി എപ്പോഴും ഏജ് ഗ്രൂപ്പ് ഈ HIV പോസിറ്റിവിറ്റി ഉള്ള ഏജ് ഗ്രൂപ്പ് യൂഷ്വലി 40+ ആയിരുന്നു നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ കണക്കെടുത്ത് നോക്കിയാലും നമ്മുടെ മെജോറിറ്റി പോപ്പുലേഷൻ 40+ തന്നെയാണ്. പക്ഷേ ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അഗെയിൻ 22-23 തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ 15 to 24 ഏജ് ഗ്രൂപ്പാണ് നമ്മുടെ ഒരു യങ് പീപ്പിൾ, യൂത്ത് എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പ്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ അഡോളസെൻറ്റ് ആൻഡ് യങ് പീപ്പിൾ, ആ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 22-23 9% ആയിരുന്നത് പിന്നെ 12% ആയി, 12 പിന്നെ 14 ആയി, ഈ വർഷം ഇപ്പോൾ 15.4 വന്ന് നിൽക്കുകയാണ്. ആൻഡ് 20 to 29 ഏജ് ഗ്രൂപ്പിൽ നോക്കിയാൽ 33% ആ ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത് പോസിറ്റിവിറ്റി. അപ്പോൾ ദാറ്റ് മീൻസ് യങ്ങർ ജനറേഷൻ ഈസ് ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ദ നമ്പേഴ്സ് ഇൻ ദ യങ്ങർ ജനറേഷൻ ഈസ് ഇൻക്രീസിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി ഹാവ് ടു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് സെക്ഷുവാലിറ്റി കുറച്ചുകൂടെ എന്താ പറയുക ഈസിലി, ആൻഡ് അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ഇൻ ദ സൊസൈറ്റി വേണ്ടി വരുന്നു. ബിക്കോസ് അത്രയും ഫ്രീഡം നമ്മുടെ യങ് ജനറേഷന് ഇപ്പോൾ ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലേ പറ്റൂ. എന്തുകൊണ്ടാണ് ഈ ഒരു നമ്പർ ഓഫ് കേസസ് കൂടി വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ പല കാരണങ്ങളുമുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു കാരണം ദർ ഇസ് എ ഫ്രീഡം ഓഫ് സെക്ഷുവാലിറ്റി, ദർ ഇസ് എ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ഫ്രീഡം ഓഫ് more opportunities for the young generation to go in for a sexual act before marriage, for them to choose their partners and go ahead with a sexual activity. ഒരു ജനറേഷൻ മുമ്പ് ഓർ ഇൻ അവർ ജനറേഷൻ ഒരു 2-3 decades ബാക്ക് നോക്കുകയാണെങ്കിൽ ദിസ് വാസ് നോട്ട് അറ്റ് ഓൾ പ്രിവലൻറ്റ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ ഇല്ലായിരുന്നു. പക്ഷേ നൗ ദ യങ് ജനറേഷൻ ഇസ് മോർ ഫ്രീ അബൌട്ട് ദീസ് തിങ്സ് ആൻഡ് ദേ ഹാവ് മോർ ഓപ്പർച്യൂണിറ്റീസ്, മോർ എക്സ്പോഷർ. നമുക്ക് ടെക്നോളജിക്കലി നമ്മൾ എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിലും എക്സ്പോഷർ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഓപ്പർച്യൂണിറ്റീസും കൂടിയിട്ടുണ്ട്, അവരുടെ ഇൻഹിബിഷൻസ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് സെക്ഷൽ ആക്ടിവിറ്റി പ്ലസ് അതർ ആക്ടിവിറ്റീസ് ലൈക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മൾ പറയുന്നത് ഡ്രഗ് അബ്യൂസ് നമ്മുടെ ട്രാൻസ്മിഷൻ ഓഫ് HIV ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസ് ആണ് നമ്മൾ മെയിൻലി പറയുന്നത്. അതായത് ഒരാൾ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നു, ഡ്രഗ്സ് കുത്തിവെക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾ അതേ നീഡിൽ വേറൊരു പാർട്ട്ണറിന് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ടിന് ഡ്രഗ്സ് കുത്തിവെക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതേ നീഡിൽ യൂസ് ചെയ്യുമ്പോൾ ഒരാളുടെ ബ്ലഡ് കയറിയിരിക്കുന്ന നീഡിൽ വേറൊരാൾ അതേ ബ്ലഡ് സ്ട്രീമിലോട്ട് അവരുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറ്റുമ്പോൾ ഈ ഇൻഫെക്റ്റഡ് ബ്ലഡ് അവിടെ കയറാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഇൻഫെക്ഷൻ പകരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഡ്രഗ് അബ്യൂസിൽ കൂടെ HIV ട്രാൻസ്മിഷൻ വരും എന്ന് പറയുന്നത്. പക്ഷേ ഈവൻ ഇഫ് ദ യങ് ജനറേഷൻ ഓറൽ ഡ്രഗ്സ് എടുത്താൽ പോലും അവർ ഹൈ ആയി കഴിഞ്ഞാൽ
പിന്നെ സെക്ഷൽ ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ അത് സേഫായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് ഒരു കാരണമായിട്ട് മാറുന്നു. അതുകൊണ്ട് ഓറൽ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർക്കും ഈ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സെൻസസിലല്ലാത്തത് കൊണ്ട്, ഈ ഒരു സേഫ്റ്റി അവർ പാലിക്കാത്തത് കൊണ്ട് അഗൈൻ ട്രാൻസ്മിഷൻ ഓഫ് HIV ഉണ്ടാകുന്നു. HIV മാത്രമല്ല, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അതും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കുറച്ചുകൂടി ഒരു ഫോക്കസ് ഓൺ ദ യങ് ജനറേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ ആസ്പെക്ട്സിനേക്കാൾ ഉപരി ഒരു സോഷ്യൽ ആസ്പെക്റ്റിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു സാറിന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഡോക്ടർ യാമിനി പറഞ്ഞതുപോലെ സെക്സ്വാലിറ്റി, അതിൻ്റെ ഫ്രീഡം, മോഡേൺ ട്രെൻഡ്, നമ്മളിതൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇത് വർദ്ധിച്ചു വരുന്നതിൻ്റെ കാരണം ഡോക്ടർ യാമിനി ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് സാമൂഹിക തലങ്ങളുണ്ട്. ഉദാഹരണത്തിന് സാധാരണഗതിയിൽ ഗർഭിണിയായാൽ നമ്മൾ HIV ടെസ്റ്റ് നടത്തുന്നുണ്ട്. പലപ്പോഴും ഭർത്താവ് HIV ടെസ്റ്റ് പോസിറ്റീവാണെന്ന് കാണുന്നു. ഭർത്താവ് അറിയുന്നു. കുടുംബ ബന്ധങ്ങളിൽ വ്യാപകമായ ചർച്ചകൾ ഉണ്ടാകുന്നു. ആ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുന്ന മാനസികാവസ്ഥകൾ തെറ്റുന്നു. പല പല പ്രശ്നങ്ങളും അതുമായിട്ട് അഭിമുഖീകരിക്കുന്നു. ചിലർ മരണപ്പെടുന്നു, ചിലർ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു, ചിലർ എന്താണെന്ന് അറിയാതെ മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു, ചിലർ ഇത് രഹസ്യമാക്കി വെക്കുന്നതിലൂടെ നിരന്തരം മാനസിക സംഘർഷം അനുഭവിച്ച് പല പ്രശ്നങ്ങളുണ്ടാകുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഒരു സ്റ്റിഗ്മ സമൂഹത്തിൽ നിന്നിട്ട് മാറിയിട്ടുമില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് യുവാക്കൾക്കും നമ്മുടെ വൃദ്ധന്മാർക്കും ആരായിക്കൊള്ളട്ടെ, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഇത് പിടിപെട്ട് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് എന്ന് അറിയാതെ കുഴങ്ങുന്ന ധാരാളം ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ഒരു സുപ്രഭാതത്തിൽ അവരുടെ രോഗങ്ങൾക്കടിമയായി വന്ന് HIV ടെസ്റ്റ് പോസിറ്റീവാണെന്നറിഞ്ഞാൽ അവർ ആ നാട്ടിൽ നിന്ന് മരുന്നെടുക്കില്ല, മറ്റൊരു ജില്ലകളിൽ പോയി അവർ മരുന്ന് സ്വീകരിക്കുന്നു. അപ്പം മരുന്ന് കഴിക്കേണ്ട ആവശ്യകത നമ്മൾ ഇപ്പോഴത്തെ ശാസ്ത്രീയ യുഗത്തിൽ മരുന്നുകൾ നമ്മൾ കണ്ടുപിടിക്കാത്തത് കൊണ്ട്, അതായത് പരിപൂർണമായി ഭേദമാക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ മരുന്നുകൾ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഈ മണ്ണോടടിയുന്നത് വരെ ഈ മരുന്ന് കഴിക്കാൻ ഇവർ ബാധ്യസ്ഥരാവുകയാണ്. അപ്പം ഇത് പലപ്പോഴും മറച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം പേർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ചിലർ മറച്ചു വെച്ചിട്ട് വിവാഹത്തിൽ പങ്കെടുക്കുന്നു. നിരപരാധിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ആ ജീവിതവുമായി അവർ മുന്നോട്ട് പോകുന്നു. ഇടക്കാലത്ത് അവർ തിരിച്ചറിയുന്നു വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന ഇന്നത്തെ ഡൈവോഴ്സിൻ്റെ കാരണങ്ങൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന വൈവിധ്യമാർന്ന കുടുംബ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ ഇതിൻ്റെ ഒരു കാരണമായി ഭവിക്കുന്നു. ഇങ്ങനെ മരണ നിരക്ക്, ചില ആത്മഹത്യ പ്രേരണ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ രോഗങ്ങളെക്കുറിച്ച് ഇത് നിയന്ത്രിക്കാം, പരിപൂർണമായിട്ട് നിയന്ത്രിച്ച് ജീവിച്ചിരിക്കാം എന്നുള്ളൊരു ധാരണ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ രീതി വളരെ വലുതാണ്. ഇപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ്, ഒരു സാമൂഹ്യ ബോധം നമ്മളിൽ എല്ലാവരും ഉണ്ടാകേണ്ടതാണ്. HIV എന്താണ്, എങ്ങനെ ഇത് പകരുന്നു, എങ്ങനെ ഇത് നമുക്ക് തടയാൻ സാധിക്കുന്നു, ഇതിൻ്റെ രോഗപ്രതിരോധ നിയന്ത്രണം എങ്ങനെയൊക്കെ നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുന്നു, നമ്മൾ എന്താണ് വരുത്തി വെക്കുന്നത് ഒരു കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ വളർച്ചയിൽ എന്ത് തരം സമീപനമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടിക്കാലം, ഒരു ഹയർ സെക്കൻഡറി തലം മുതൽ നമ്മുടെ മനുഷ്യർക്ക്, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മുടെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇതിനൊരു സോഷ്യൽ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ്, ഇപ്പോഴത്തെ കാലത്ത് വിശേഷിച്ചു. സാറ് പറഞ്ഞു വരുന്നത് HIV-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, ഇതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. അത് നിയന്ത്രിക്കേണ്ടതും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും ആരോഗ്യ മേഖലയിലുള്ള ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലാതെ ഓരോ വ്യക്തികൾക്കും, ഒരു അധ്യാപകനായിക്കോട്ടെ, ഒരു പോലീസ്, എക്സൈസ് എന്ന് വേണ്ട, ഈ പറയുന്ന എല്ലാ തട്ടിലുള്ള എല്ലാ വിഭാഗത്തിലുള്ളവരും മറ്റ് പല വകുപ്പുകളുള്ളവരും എല്ലാവരോടും ഒരുമിച്ച് വേണം ഇതിലേക്കുള്ളൊരു നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്താൻ
എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഇന്ന ആളുടെ ഉത്തരവാദിത്തമാണ്, അവർ ചെയ്തോട്ടെ എന്ന് കരുതുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു ഒരാളുടെ അടുത്ത് അറിയാവുന്ന ഒരു കാര്യം HIV കുറിച്ച് സംസാരിക്കും, ടോക്ക് മോർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് ആരും അതിനെക്കുറിച്ച് സംസാരിച്ച് കേൾക്കുന്നില്ല. ഇപ്പോഴത്തെ കാലം ഷിപ്പുകളുടെ കാലം തോന്നുന്നു. റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ലോക്കി റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ ബെസ്റ്റീസ്, ഇങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഭയങ്കര ഫ്രീ ആണ്, എല്ലാവർക്കും എന്ത് സംസാരിക്കാം. അപ്പോൾ സംസാരിക്കുന്ന വിഷയത്തിൽ ഒന്ന് ഈ പറയുന്ന കുറച്ച് തുറന്ന് HIV-യെക്കുറിച്ചും ലൈംഗിക രോഗങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഇങ്ങനെയൊക്കെ നമ്മളിൻ്റെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഉള്ള റിസൾട്ടിനെ കുറിച്ചും എനിക്ക് തോന്നുന്നു എല്ലാവരും സംസാരിക്കണം. ഇതൊരു സംസാര വിഷയം തന്നെ ആക്കണം എന്നാണ് തോന്നുന്നത്. ആ ഒരു ടാബു മാറ്റി, ആ ഒരു ആപ്രിഹെൻഷനൊക്കെ, ഇത് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ അല്ലേ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ രശ്മി, നമ്മൾ ഈ യങ് ജനറേഷൻ ഉണ്ടല്ലോ, യങ് ജനറേഷന് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് വളരെ ബോധവാനാണ് അവർ. ദേ നോ വാട്ട് ദെയർ റൈറ്റ്സ് ആർ. അപ്പം നമ്മളൊരു അഡ്വൈസും കൊണ്ടുപോയാൽ തന്നെ അവർ ആദ്യം തന്നെ പറയും മൈ ബോഡി, മൈ ചോയ്സ്, മൈ ലൈഫ്, എൻ്റെ പ്രൈവസി എനിക്ക് വേണം, പ്ലീസ് ഡു നോട്ട് എൻറ്റർ ഇൻ ടു മൈ ഏരിയ എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു എന്താ പറയണേ ഒരു റെസ്പോൺസ്. പ്ലസ് നമ്മളെപ്പോലെ ആയിരുന്നില്ല നമ്മുടെ ജനറേഷൻ. അച്ഛനും അമ്മ എന്ത് പറയണോ അത് ഒരു ചോദ്യം പോലെ ഇല്ലാതെ ഒബീഡിയൻ്റ് ആയിട്ട് കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ വിൽ ഓൾവേസ് ആസ്ക് യു വൈ, എന്തിനാണ് ഞാനിത് ചെയ്യേണ്ടത്, വിച്ച് ഇസ് ആക്ച്വലി എ നൈസ് തിങ്, നല്ല കാര്യമാണ്. ദേ ഷുഡ് ബി ഏബിൾ ടു വോയിസ്, അവരുടെ ഒപ്പീനിയൻ പറയാൻ പറ്റണം, അവർക്ക് വൈ എന്ന് ചോദിക്കാൻ പറ്റണം. ഒന്നും മിണ്ടാത്ത ഒരു ആളായിട്ട് എല്ലാം അങ്ങ് കേട്ട് മുന്നോട്ട് പോവുക, അത് വേണ്ട. ബിക്കോസ് നമുക്ക് അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഐ അഗ്രി ടു ഓൾ ദാറ്റ്. പക്ഷേ ദി ഓൺലി തിങ് ഐ വോണ്ട് ടു ടെൽ ദ യങ് ജനറേഷൻ ഇസ് ദാറ്റ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചോയ്സ് എടുത്തോളൂ. നിങ്ങളുടെ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ എടുത്തോളൂ. ബട്ട് യു ഷുഡ് നോ, ഈ റൂട്ടാണ് ഞാൻ എടുക്കണമെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് എനിക്ക് കോൺസിക്വൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഈ റൂട്ടിലോട്ട് ഞാൻ പോവുകയാണെങ്കിൽ ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ കോൺസിക്വൻസ്. അതിൻ്റെ ബേസിസിൽ പിന്നെ നിങ്ങൾ ചോയ്സ് എടുത്തോളൂ. നിങ്ങൾ പറഞ്ഞോളൂ, ഓക്കെ എനിക്ക് ഈ റൂട്ടിലാണ് പോകേണ്ടത്, ഐ ഫുള്ളി അണ്ടർസ്റ്റാൻഡ്, ഈ ഒരു റൂട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലോട്ട് പോകുന്നത് എന്ന് ഉള്ള, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോയ്സ് എടുത്തോളൂ. പക്ഷേ ഒന്നും അറിയാതെ ഈ പറയണ ഈ ഡയലോഗ്സ്, മൈ ബോഡി മൈ ചോയ്സ്, ആദ്യം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ മാത്രമേ ഈ ഡയലോഗ് വരുള്ളൂ. വൺസ് ദേ ഗെറ്റ് ഇൻഫെക്റ്റഡ്, ഇപ്പോഴും നമുക്ക് വരുന്ന ന്യൂ ഇൻഫെക്ഷൻസ് ആസ് യങ് ആസ് 16-year-old ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂ ഇൻഫെക്ഷൻസ്. അപ്പോൾ 16, 19, 21, 22 ഹാർഡ്ലി ഒരു ഏജ്. ഈ ഒരു സമയത്ത് അവർക്ക് ഡിസിഷൻസ് എടുക്കാനോ, അവരുടെ ഡിസിഷൻസ് മിക്കവാറും ഇമ്പൾസീവ് ഡിസിഷൻസ് ആണ്. ഈ ഒരു ഏജ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അവരെടുക്കുന്ന ഡിസിഷൻസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ നമ്മളടുത്ത് മൈ ചോയ്സ് മൈ ബോഡി എന്നൊക്കെ പറയുമെങ്കിലും പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ വെപ്രാളമാണ്. പിന്നെ ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. പിന്നെ ദർ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്താണ്, എനിക്ക് പഠിക്കാൻ പറ്റുമോ, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ, എനിക്കൊരു റിലേഷൻഷിപ്പിൽ പോകാൻ പറ്റുമോ, എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ, എൻ്റെ ലൈഫ് എത്രത്തോളം മുന്നോട്ട് പോവും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ കോസ്റ്റ്, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. ബിക്കോസ് ഐ ഹാവ് ഹാഡ്, എനിക്കൊരു കോളേജ് സ്റ്റുഡൻറ്റ്, 2 സ്റ്റുഡൻസ് ആണ് വന്നിരുന്നത്. അവരുടെ ഫ്രണ്ടാണ് ഇൻഫെക്റ്റഡ് ആയത്. അപ്പോൾ ആ ഫ്രണ്ട് ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി, വാസ് റിയലി ബ്രോക്കൺ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഫ്രണ്ടിനെ കാവലിരുത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് ആ കുട്ടി എന്തെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് കാവലിരുത്തിയിട്ട് ഈ 2 ഫ്രണ്ട്സും ഈ അസുഖത്തിനെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസും ആ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഈ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വന്നതാണ്. അവർ ഓൾമോസ്റ്റ് ഒരു 2.5 hours എൻ്റെ കൂടെ ഇരുന്നിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചു. ഇങ്ങനെയാണോ, അപ്പോൾ ആ കുട്ടിക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുമോ, ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റുമോ, റൂംമേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് പോയത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ആ ഫ്രണ്ട് അവിടെ ഹോസ്റ്റലിൽ ഞങ്ങൾ വേറൊരു കുട്ടിയെ കാവലിരുത്തിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഒരു കാര്യം പറ്റിപ്പോയാൽ ഈ പറഞ്ഞ ദർ ആർ നോ റീടേക്സ്, ഇനിയൊരു റീടേക്ക് ഇല്ല ഇതിന്. വൺസ് യു ആർ ഇൻഫെക്റ്റഡ് ഫോർ ലൈഫ്. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് അതിൻ്റെ പ്രിവെൻഷൻ ആ കുട്ടിക്ക് കുറച്ചൊരു അവെയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ, ആ പ്രോപ്പർ അവെയർനെസ്, അതും ഈ പറയണ പോലെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ അവെയർനെസ് എടുക്കരുതേ ഹെൽത്തിൽ.
99.9% വാട്സാപ്പിൽ വരുന്ന ന്യൂസ് ഫേക്ക് ന്യൂസാണ് അബൌട്ട് ഹെൽത്ത്. അപ്പം നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഒരു സെൻറ്ററിൽ പോയിട്ട് ഒരു പേഴ്സണിൽ നിന്ന് വേണം ഈ ഇൻഫർമേഷൻ എടുക്കാൻ. ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആസ് വെൽ ആസ് HIV. അപ്പോൾ 100% നിങ്ങൾക്കത് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു ഇഫ് യു ന്യൂ ഹൗ. അപ്പോൾ നമുക്ക് ഈ യങ് ജനറേഷൻ്റെ അടുത്ത് പറയുന്നത്, പ്ലീസ് നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻ ടു. കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ എടുക്കുക. നിങ്ങൾ സേഫായിട്ടിരിക്കുക. നമ്മൾ കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റ് ചെയ്യാനല്ല പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഡോണ്ട് ഡു എന്ന് പറഞ്ഞ് കേട്ട് അവർക്ക് മതിയായി ഇരിക്കുകയാണ്. അഡ്വൈസ് കേട്ട് മതിയായി ഇരിക്കുകയാണ്. വി ആർ നോട്ട് അഡ്വൈസിങ് യു, വി ആർ ജസ്റ്റ് ടെല്ലിങ് യു. ഇങ്ങനത്തെ വാർണിങ്സ് തരാണ്. ഇങ്ങനത്തെ ഡേഞ്ചേഴ്സ് മുന്നോട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ സേഫായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഒരു മെസ്സേജ് ടു ഓൾ ദ യങ് പീപ്പിൾ. നമ്മൾ ഇറ്റ്സ് കൺട്രോൾ സൊസൈറ്റി കുറേ സേവന കേന്ദ്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറയാൻ പറ്റുമോ? സാറാണ് അത് യാമിനി പറയോ? ഞാൻ പറയാം. ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയാം, ഞങ്ങളുടെ എല്ലാ സേവന കേന്ദ്രങ്ങളിലുള്ള സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആൻഡ് രണ്ടാമത്തെ മെയിൻ കാര്യം, നേരത്തെ സാറ് പറഞ്ഞു സ്റ്റിഗ്മ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞത്, പണ്ടൊക്കെ സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കാൻ പോയാൽ പോലും ആ കുട്ടിയുടെ പേരൻസ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് സ്കാൻഡൽ നമുക്കുണ്ടായിട്ടുണ്ട്. ബെൻസൺ ആൻഡ് ബെൻസി എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് സ്കാൻഡൽ. അവരെ സ്കൂളിൽ പഠിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ അധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കിപ്പോഴും സ്റ്റിഗ്മയുണ്ട്. PhD ചെയ്യുന്ന കുട്ടിയുടെ PhD ഗൈഡിന് ആബ്സെൻറ്റീസം വന്നപ്പോഴത്തേക്ക് ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്തു. അപ്പം ഗൈഡ് ആ കുട്ടിയെ ഫർദർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്തില്ല. വർക്ക് പ്ലേസിൽ ഒരാളുടെ HIV സ്റ്റാറ്റസ് അറിഞ്ഞതിന് ശേഷം അയാളെ പിരിച്ചുവിട്ടു. ഒരു ലേഡിക്ക് ഒരു വീട് വെച്ച് കൊടുത്തു. അവരുടെ ഹസ്ബൻഡായിരുന്നു ആദ്യം നേരത്തെ മരിച്ചത് ബിക്കോസ് ഓഫ് HIV. അത് കഴിഞ്ഞിട്ട് പള്ളിയുടെ സപ്പോർട്ട് വെച്ചിട്ടാണ് അവർക്കൊരു വീട് വെച്ച് കൊടുത്തത്. അവരുടെ HIV സ്റ്റാറ്റസും അവരുടെ ഹസ്ബൻഡ് HIV കാരണം മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ആ വീട് തിരിച്ചു വാങ്ങിച്ചു. ഒരു ലേഡിക്ക് അവരുടെ പ്രോപ്പർട്ടി റൈറ്റ്സിൽ നിന്ന് ഫാമിലി തന്നെ മാറ്റി നിർത്തി. അവർക്ക് അവരുടെ പ്രോപ്പർട്ടി കൊടുത്തില്ല. ഇങ്ങനത്തെ പല കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ സൊസൈറ്റി അവെയറാണ്. കുറച്ചൊക്കെ നമ്മുടെ സ്റ്റിഗ്മയും ഒരു വിവേചനവും ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കുറേ കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു ജഡ്ജ്മെൻറ്റൽ ഈ സൊസൈറ്റിയിൽ നിന്ന് ആ ഒരു ലുക്ക് മാറിയാൽ മാത്രമേ ആൾക്കാർ മുന്നോട്ട് വന്ന് സ്ക്രീൻ ചെയ്യാൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ സർവീസ് സെൻറ്റേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഏറ്റവും ആദ്യം എല്ലാ ഡിസീസസിലും പറയുന്നത് പോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ പ്രിവെൻഷൻ തന്നെയാണ് നമ്മുടെ മെയിൻ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ജനറൽ പോപ്പുലേഷനുണ്ട്, പിന്നെ ഹൈ റിസ്ക് പോപ്പുലേഷനുണ്ട്. ഹൈ റിസ്ക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ആക്ടിവിറ്റി അവരുടെ ഒരു പ്രൊഫഷനാണ്, അല്ലെങ്കിൽ അവർ മോർ അറ്റ് റിസ്ക് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത്. അതിൽ ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് വരും, മെൻ ഹാവിങ് സെക്സ് വിത്ത് മെൻ വരും, ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ് വരും, മൈഗ്രൻസ്. ഈ മൈഗ്രൻസിനെ ഈ ഒരു ഗ്രൂപ്പിൽ ചേർത്തിരിക്കുന്നത് അവർ അനോണിമിറ്റി ഉണ്ട്. അവർ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വരുന്ന ആൾക്കാരാണ്. അവരെ ആർക്കും അറിയില്ല. അവർ ഇന്നിവിടെ ആയിരിക്കും, നാളെ വേറൊരു ഡിസ്ട്രിക്റ്റിലായിരിക്കും, മറ്റന്നാൾ വേറൊരു ഡിസ്ട്രിക്റ്റിലായിരിക്കും. അപ്പോൾ അവർക്കൊരു സ്റ്റാൻഡേർഡ് ഒരു അഡ്രസ്സ് ഇല്ല. അവർ മാറി പൊയ്ക്കൊണ്ടിരിക്കും, പല ആൾക്കാരെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് ഇവർ. അതുകൊണ്ടാണ് അവർ ഹൈ റിസ്ക് ഉള്ളത്. അപ്പോൾ ദേ വിൽ ബി എക്സ്പോസ്ഡ് ടു മെനി ഡിസീസസ്. അതുകൊണ്ടാണ്. ആൻഡ് ദേ വിൽ ഹാവ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറിയാണ്. പിന്നെ ഉള്ളത് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഓർ ട്രക്കേഴ്സ്. ഈ ലോങ് ഡിസ്റ്റൻസ് ഓടുന്ന ട്രക്കും വണ്ടിയും ബസ്സും ഒക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അഗൈൻ അവരും ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കും മൾട്ടിപ്പിൾ ആൾക്കാരെ പാർട്ട്നേഴ്സായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ മൾട്ടിപ്പിൾ ഹയർ റിസ്ക് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവരും ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരും. അപ്പോൾ ഈ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ നമ്മൾ പെർട്ടിക്കുലർലി പ്രിവെൻഷൻ നമ്മൾ നോക്കാറുണ്ട്.
ഇവർക്ക് സേഫ് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസസ് നടത്തണം എന്നുള്ള ഒരു പ്രിവെൻഷനാണ് ചെയ്യുന്നത്. പിന്നെ ജനറൽ പോപ്പുലേഷനിൽ ഇതേപോലത്തെ വേദികളിൽ നമ്മൾ വന്ന് സംസാരിക്കുന്നത് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ അവെയർനെസ്, ഈ ഒരു ഡിസീസിനെ കുറിച്ചുള്ള അവെയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻ ഓൾ ഏജ് ഗ്രൂപ്പ്, ഫ്രം ദ യങ് ഏജ് ഗ്രൂപ്പ് ടു ദ ഓൾഡർ ഏജ് ഗ്രൂപ്പ്, നമ്മൾ ഈ അവെയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതും പ്രിവെൻഷൻ്റെ ഭാഗമാണ്. അതിലെ ഒരു മെയിൻ ആളാണ് രശ്മിയാണ് IEC ആക്ടിവിറ്റീസ്, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ IEC ബോധവൽക്കരണം. അപ്പോൾ അത് ചെയ്യുന്നത് രശ്മിയാണ്, ടു ഇംപ്രൂവ് ദ അവെയർനെസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അതാണ് പ്രിവെൻഷൻ ഉള്ളത്. പിന്നെ ഒരാൾക്ക് റിസ്ക് ബിഹേവിയർ ഉണ്ടെന്ന് വെക്കുക. ഈ റിസ്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് HIV എങ്ങനെയാണ് നടക്കുന്നത്? 4 രീതികൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, sexual activity with an unknown person or a stranger or a person whose HIV status you do not know or with multiple partners ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ സേഫ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ വിത്തൗട്ട് ദ യൂസ് ഓഫ് കോണ്ടംസ് ഓർ സേഫ്റ്റി ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും ഫസ്റ്റ് റൂട്ട്. അതാണ് മോസ്റ്റ് പോപ്പുലർ റൂട്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷുവൽ റൂട്ടിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. രണ്ടാമത്തെ റൂട്ട് ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ നീഡിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ഓൺ നീഡിൽ യൂസ് ചെയ്യണു, അത് വേറെ ആരുടെ അടുത്തും ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്മിഷൻ റൂട്ടും നമുക്ക് തടയാൻ പറ്റും. മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ മദർ ടു ചൈൽഡ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്. ഗുഡ് ഈവനിങ് സർ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഉള്ള ട്രാൻസ്മിഷനാണ് ഫ്രം ദ മദർ ടു ദ ചൈൽഡ്. അതായത് ഇഫ് ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ ചെയ്തിട്ടില്ല, ഒരു പോസിറ്റീവ് ആയാലോ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരാനുള്ള സാധ്യത 30 to 40% ആണ്. പക്ഷേ ഇപ്പം കേരളം ഇസ് വെരി വെരി ലക്കി ബിക്കോസ് കഴിഞ്ഞ ഒരു 1 or 2 years we do not have any transmission from the mother to child. Because luckily നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ഈസ് വെരി ഗുഡ്. നമ്മുടെ പ്രഗ്നൻറ്റ് വിമൻ ഓൾവേസ് ഗോ ടു ദ ഹോസ്പിറ്റൽസ് ഫോർ ഡെലിവറി. അങ്ങനത്തെയൊക്കെ നമുക്ക് ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട്, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം ആ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് ട്രാൻസ്മിഷൻ ഫ്രം മദർ ടു ചൈൽഡ് ഓൾമോസ്റ്റ് നില്ലാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് 20 ന്യൂ കേസസ് വന്നിട്ടുണ്ട്, ANC കേസസ്. പ്രഗ്നൻറ്റ് ലേഡീസ് നമുക്ക് 20 ന്യൂ പോസിറ്റീവ് പ്രഗ്നൻറ്റ് ലേഡീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 20 കേസസിൽ 60% ഇസ് മൈഗ്രൻറ്റ്. അപ്പം മൈഗ്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ബംഗാളി ചെയ്യാത്ത ഒരു ജോലിയുണ്ടോ? എന്തെങ്കിലും തെങ്ങ് കയറാനും ഇപ്പം ബംഗാളിയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ വർക്ക് ഫോഴ്സ് മുഴുവനും മൈഗ്രൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം മൈഗ്രൻസ് കൂടുമ്പോൾ അതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ്റെ ഒരു രീതിയും മാറിയിട്ടുണ്ട്. മൈഗ്രൻസിൽ ഇൻഫെക്ഷൻ ഉണ്ട്, അതിൽ നിന്ന് നമ്മുടെ പോപ്പുലേഷനിലോട്ടും കൂടെ ഈ ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഫ്രം ദ ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഞങ്ങൾ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. എല്ലാ ഈ മൈഗ്രൻ്റ് മദറിനെയും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണം, ഡെലിവറി അവിടെ ആക്കിക്കണം. ആ കുഞ്ഞിനെ നമ്മൾ അടുത്ത 6 മാസം ഫോളോ അപ്പ് ചെയ്യണം. കറക്റ്റായിട്ട് നമ്മൾക്ക് മരുന്നുണ്ട്, ആ മരുന്ന് കൊടുത്ത് 6 months ഫോളോ അപ്പ് ചെയ്ത് അവരെ കൺഫേം ചെയ്യണം അവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇതെല്ലാം നമ്മൾ കേരളം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും മൈഗ്രൻറ്റിൻ്റെ ചൈൽഡ് പോസിറ്റീവ് ആയിരുന്നാലും കേരളത്തിൽ ട്രാൻസ്മിഷൻ ഫ്രം മദർ ടു ചൈൽഡ് ഉണ്ടാകും. സോ ദാറ്റ് ഈസ് ദ third way of transmission. And the fourth way of transmission is through blood transfusion. ഇത് 100% നമുക്ക് ട്രാൻസ്മിഷൻ വരുന്ന ഒരു രീതിയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പക്ഷേ ലക്കിലി ഓൾ അവർ ബ്ലഡ് ബാങ്ക്സ് ഹാവ് എ വെരി വെരി സ്ട്രിക്റ്റ് റൂൾ. അവർക്ക് ISI മാർക്കിംഗ് പോലെ തന്നെ അവർക്ക് ഒരു NABL മാർക്കിംഗ് ഉണ്ട്. ആ ഒരു മാർക്കിംഗ് വെച്ചിട്ട് അവർക്ക് 5 ഡിസീസസ് ഉണ്ട്. എല്ലാ ഡൊണേറ്റഡ് ബ്ലഡിനെയും അത് അവർ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഡൗട്ട് അബൌട്ട് എനി വൺ ഡിസീസ് ആ ഒരു ബ്ലഡ് സാമ്പിളിലുണ്ടെങ്കിൽ ആ സാമ്പിൾ ഡിസ്കാർഡ് ചെയ്യണം. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രിഞ്ചൻറ്റ് റൂൾസ് ഉള്ളത് കൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമുക്ക് കേരളത്തിലൊരു ട്രാൻസ്മിഷൻ വന്നിട്ട് വർഷങ്ങളായി. വി ഡു നോട്ട് ഹാവ് എനി ട്രാൻസ്മിഷൻ ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പക്ഷേ അതിൻ്റെ അർത്ഥം വേറെ എവിടെയും ഉണ്ടാവുന്നില്ല എന്നല്ല.
ബ്ലഡ് ഇമ്മ്യൂണിറ്റി ആണല്ലോ ഇത് കളയുന്നത്. വൈറസ് നമ്മുടെ ബോഡിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ഡിസ്ട്രോയ് ചെയ്യണത്. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്യാതെ ഇരിക്കാനും വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യാതെ ഇരിക്കാനുമാണ് നമ്മൾ ഈ ART മരുന്ന് കൊടുക്കുന്നത്. ഈ ART മരുന്ന് കഴിച്ച് മുന്നോട്ട് കണ്ടീഷൻസ് അപ്ലൈ ഉണ്ട്. മരുന്ന് കഴിച്ച് മുന്നോട്ട് ഒരു ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസും എല്ലാം കൊണ്ടുവന്ന് എവറി ഡേ എവറി 24 hours കറക്റ്റായിട്ട് മരുന്ന് കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെയും എന്നെയും പോലെ അത്രയും നാൾ ജീവിക്കാനും പറ്റും, ഒരു നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കണ്ടിന്യൂസ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് ഉഷസ്. അവിടെ മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്, സ്റ്റാഫ് നഴ്സസ് ഉണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയുണ്ട്, വൈറൽ ലോഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, കൗൺസിലിംഗ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അവർക്ക് നാളെ വൈഫിനോടോ അല്ലെങ്കിൽ കുട്ടികളോട് ഡിസ്ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ ഈ കൗൺസിലർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് ലൈഫ് ലോങ് ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് ART. അവിടെ കൊടുക്കുന്ന എല്ലാ സർവീസസും, ഇൻവെസ്റ്റിഗേഷൻ ആകട്ടെ, മരുന്നാകട്ടെ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോയാൽ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് വരും, ആ ഇൻഫെക്ഷൻസ് ട്രീറ്റ്മെൻറ്റ് ആവട്ടെ, എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉഷസ് കേന്ദ്രങ്ങൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ്, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ നെറ്റ്വർക്ക്സ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. ആ നെറ്റ്വർക്ക്സിന് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സെൻറ്ററാണ് കെയർ ആൻഡ് സപ്പോർട്ട് സെൻറ്റേഴ്സ്. ഈ കെയർ ആൻഡ് സപ്പോർട്ട് സെൻറ്റേഴ്സ് പോസിറ്റീവ്സ് ആണ് അതിൻ്റെ ഓഫീസ് ബെയറേഴ്സ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണത്, ആരെങ്കിലും ART സെൻറ്ററിൽ വന്ന് മരുന്ന് തുടങ്ങി എന്ന് വെക്കുക, അവർ കുറച്ച് നാൾ മരുന്ന് കഴിച്ചിട്ട് പിന്നെ അവർ ഡിസപ്പിയർഡായി, അവരെങ്ങോട്ടെങ്കിലും മാറി, അല്ലെങ്കിൽ അവർ മരുന്ന് കഴിക്കാൻ വരുന്നില്ല, അവരുടേതായ കാരണങ്ങൾ കാണും. അല്ലെങ്കിൽ അവർക്ക് കേട്ടു ഇവിടെ ഒരു ആശ്രമമുണ്ട്, അവിടെ ഒരു സ്വാമിയുണ്ട്, ആ സ്വാമിയുടെ അടുത്ത് പോയാൽ HIV ബാധിച്ച എല്ലാ ആൾക്കാരും നെഗറ്റീവായി, അപ്പോൾ അതുകൊണ്ട് ആ സ്വാമിയുടെ അടുത്ത് പോയാൽ നമുക്ക് ക്യൂർ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും. അപ്പോൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിൽ ഇല്ലാതെയാവും. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ലോസ്റ്റ് ടു ഫോളോ അപ്പ് എന്നാണ് പറയുന്നത്. ആ ആൾക്കാരെ ട്രാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് നമ്മുടെ കെയർ ആൻഡ് സപ്പോർട്ട് സെൻറ്റേഴ്സിലുള്ള ഔട്ട്റീച്ച് വർക്കേഴ്സ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് കെയർ ആൻഡ് സപ്പോർട്ട് സെൻറ്റർ. അവിടെ പോസിറ്റീവായ ആൾക്കാർ തന്നെ ആയതുകൊണ്ട് അവർക്കൊരു പിയർ കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. ഞാനും ഇതിൽ കൂടെ പോയതാണ്, ഞാൻ മരുന്ന് കഴിച്ചതിന് ശേഷം എനിക്കിപ്പം ഇങ്ങനെയൊക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ മാറിയിട്ടുണ്ട് മരുന്ന് കഴിച്ചതിന് ശേഷം. പല ആൾക്കാരും ലേറ്റ് സ്റ്റേജ് ഓഫ് ഡിസീസിൽ വരാറുണ്ട്, 35 kg 40 kgs ആയിട്ട് വരാറുണ്ട്. പക്ഷേ ART മരുന്ന് കഴിച്ച് ഒരു 2-3 മാസത്തിൽ അവർ ബാക്ക് ടു 70 kg ഹെൽത്തി ആയിട്ട്, ഒരു ഹെൽത്തി ഗ്ലോ ഓഫ് സ്കിൻ പോലും അവർക്ക് കാണാൻ പറ്റും. അങ്ങനെ തിരിച്ചു വരാറുണ്ട്. അപ്പം നമ്മുടെ ARTയിലെ MOs പറയാറുണ്ട്, അങ്ങനത്തെ ചില നിമിഷങ്ങളിൽ നമുക്കൊരു തൃപ്തി വരുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഇത്രയൊക്കെ മാറ്റം ഒരാളിൽ കൊണ്ടുവരാൻ, ഓൾമോസ്റ്റ് ഡെത്തിന് അടുത്തിരുന്ന ഒരാളെ നമുക്കിങ്ങനെ മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ പറ്റിയല്ലോ. അപ്പോൾ ART മരുന്നുകൾ കറക്റ്റായിട്ട് കഴിച്ചാൽ ഇങ്ങനെ ഒരാളെ ലൈഫിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്ന് നമുക്ക് ഫീഡ്ബാക്ക് ഡോക്ടേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ബ്ലഡ് ബാങ്ക്സ് ഉണ്ട്. ബ്ലഡ് ബാങ്ക്സ് നേരത്തെ ഞാൻ പറഞ്ഞു, അതൊരു സോഴ്സ് ഓഫ് ട്രാൻസ്മിഷനാണ്. പക്ഷേ നമ്മുടെ ബ്ലഡ് ബാങ്ക്സിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ നമുക്ക് ഇപ്പം ഓൾമോസ്റ്റ് നില്ലാണ്. അഗൈൻ ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, പക്ഷേ കേരളത്തിൽ ഇല്ല. കേരളത്തിൽ ഇതുവരെ നമുക്കൊരു ട്രാൻസ്മിഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സർവീസ് സെൻറ്റേഴ്സ്. ഓൾ സെൻറ്റേഴ്സിൽ പിന്നെ വേറൊരു സെൻറ്ററും കൂടെ ഉണ്ട്, ഞാൻ മറന്നു പോയത്, പുലരി സെൻറ്റർ ഉണ്ട്. അത് ഡെസിഗ്നേറ്റഡ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഇൻഫെക്ഷൻസിൻ്റെ കേറ്റർ ചെയ്യുന്ന സെൻറ്റേഴ്സാണ്. ആ സെൻറ്റേഴ്സ് അഗൈൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ജനറൽ ഹോസ്പിറ്റൽസ്, മെഡിക്കൽ കോളേജസിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, ആ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിൻ്റെ സ്ക്രീനിങ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സെൻറ്റേഴ്സാണ് പുലരി. അവരുടെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് കാരണമാണ്. 2-3 വർഷം കൊണ്ട് ഇത് വളരെയധികം കൂടിയിരിക്കുന്നതുകൊണ്ട് ഈ സെൻറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും വളരെയധികം കൂടിയിട്ടുണ്ട്. അവിടെയും സർവീസസ് എല്ലാം സ്കിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നാണ് ഈ സെൻറ്റേഴ്സ് ഉള്ളത്. അവിടെയും യു ക്യാൻ ജസ്റ്റ് ഗോ ഇൻ, അവിടെ പോയി ഡെർമറ്റോളജി വഴി അവിടെ നമ്മളെ റെഫർ ചെയ്യും, അവിടെ പോയി ടെസ്റ്റ് ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് കിറ്റ്സ് എല്ലാം, ഫോളോ അപ്പ്, ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ സർവീസ് സെൻറ്റേഴ്സ്.
അതുപോലെ നമുക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടല്ലോ, HIV എല്ലാ HIV കുറിച്ചുള്ള എന്ത് സംശയങ്ങളും ഏത് പാതിരാത്രിയും വിളിച്ച് ചോദിക്കാവുന്ന നമ്പറുണ്ട്. മൾട്ടി ലിംഗ്വലാണ്, 24/7 1097 എന്നുള്ളതാണ്, 1097. ഈ ഒരു നമ്പറിലും നമ്മൾ പ്രൊപ്പഗേറ്റ് ആണ് ഇതിനെക്കുറിച്ച്. കാര്യം എല്ലാ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് അവിടെ ആ നമ്പറിൽ വിളിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിയമം വന്നിട്ടുണ്ട്, HIV AIDS പ്രിവെൻഷൻ, ദ HIV ആൻഡ് AIDS പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ട് 2017 നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ട് പ്രകാരം നമ്മൾ സ്റ്റിഗ്മറ്റൈസ് ചെയ്യാൻ പാടില്ല. ഒരു HIV അണുബാധ ഉള്ള ഒരാളോ അതുപോലെ അയാളോട് അനുബന്ധിച്ച് നിൽക്കുന്ന, അതായത് പ്രൊട്ടക്റ്റഡ് പേഴ്സൺ, സംരക്ഷിത വ്യക്തി, HIV അണുബാധ ഉള്ള ആളും അവരോട് അനുബന്ധിച്ച് നിൽക്കുന്നവർ, ഒരു ഹൗസ് ഹോൾഡിൽ താമസിച്ചിരുന്നവരോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരായി, ചിലപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഒരു സ്റ്റിഗ്മ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ആക്ടിലെ പ്രൊട്ടക്റ്റഡ് പേഴ്സൺസിന് വേണ്ടി ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവർ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒന്നും സ്റ്റിഗ്മ ചെയ്യാൻ പാടില്ല. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പാടില്ല. ജോലിയിൽ പ്രവേശിക്കുന്നതിനായിട്ട് HIV പരിശോധന നടത്താൻ പാടില്ല എന്ന് നിയമത്തിലുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പം ഹോട്ടൽസിലൊക്കെ ഹെൽത്ത് കാർഡിന് വേണ്ടിയിട്ടൊക്കെ അപേക്ഷിക്കുമ്പോൾ HIV പരിശോധനയും കൂടെ നടത്തണം എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ അതുപോലും പാടില്ല എന്ന് പറയും. വായിലൂടെയും വെള്ളത്തിലൂടെയും വസ്ത്രത്തിലൂടെയും ഫുഡ് ഷെയർ ചെയ്യുമ്പോഴും ഒന്നും HIV എന്ന് പറയുന്നത് ഇത് പകരുന്നില്ല. ഒരു എൻവയൺമെൻറ്റൽ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, കൊതുകടിയിലൂടെ നടക്കുന്നില്ല, ഒരു ഇൻസെക്ട് ബൈറ്റിലൂടെ HIV ട്രാൻസ്മിഷൻ നടക്കുന്നില്ല, ജ്യൂസിലൂടെ വെള്ളത്തിലൂടെ ഭക്ഷണത്തിൽ കൂടെ ഒന്നും. നമ്മൾ വാട്സാപ്പിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ജ്യൂസിൽ കലക്കി ഇങ്ങനെ രക്തം കലക്കിയിട്ട് അങ്ങനെയൊക്കെ, അതൊക്കെ മിസ്ലീഡിങ് ആണ്. അങ്ങനെ ഒന്നും HIV പകരില്ല. വാട്സാപ്പില് ഒരു മെസ്സേജ് ആയിരുന്നു, ഫ്രൂട്ടിയിൽ ഒരു HIV പോസിറ്റീവ് അയാളുടെ രക്തം കലർന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും HIV വരാൻ സാധ്യതയുണ്ട്, ഫ്രൂട്ടി കുടിക്കരുത് എന്ന്. വേറൊരെണ്ണം ഉണ്ടായിരുന്നു, ഒരു തിയേറ്ററിൽ പോയി ഒരാൾ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ നീഡിൽ കുത്തി. അപ്പോൾ അയാൾ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, വെൽക്കം ടു ദ വേൾഡ് ഓഫ് HIV എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, ആ നീഡിൽ കുത്തിയുണ്ട്. അപ്പോൾ ആ നീഡിൽ കുത്തിയാൽ നമുക്ക് HIV വരില്ല. കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഹെപ്പറ്റൈറ്റിസോ ടെറ്റനസോ ആണ്, അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മിസ്കോൺസെപ്ഷൻസും മിത്സും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ, അപ്പം നമ്മൾ ഇൻഫർമേഷൻ എടുക്കുമ്പോൾ ഓതൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ എടുക്കുക. ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ അതുപോലെ നാക്കോഡ്, UNAIDSൻ്റെ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലെ പേജസ്, വെബ്സൈറ്റ്, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാണ്. അവിടുത്തെയൊക്കെയുള്ള മെസ്സേജസ് നോക്കുക, അവരെന്താണ് പറയുന്നത് നോക്കുക. അല്ലാതെ വേറെ ആളുകൾ പറയുന്നതിനേക്ക് പോകാതെ, കാരണം ഇപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നിലവിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ അങ്ങോട്ട് സംസാരിക്കുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻട്രാക്റ്റീവിന് ഉള്ളൊരു ടൈമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നുള്ള സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാം. ഡോക്ടർ യാബിനോടാണ്. കേരളത്തിലൊരു 7500 സ്റ്റാർട്ടപ്പുകളുണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ സ്മാർട്ട് വാച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റ് എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് ബ്രിട്ടനിൽ ഒരു എൽഡർലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ഐഫോൺ രക്ഷപ്പെടുത്തി. അയാൾ ഹാർട്ടിന് പ്രശ്നമായി അയാൾ താഴെ വീഴുന്നു. പക്ഷേ സെൻസേഴ്സ് എന്ത് ചെയ്തു, സെൻസ് ചെയ്തിട്ട് ഉടൻ തന്നെ ആംബുലൻസിനെ വിളിച്ച് അതുകൊണ്ട് മാത്രം, ആ ഐഫോൺ കൊണ്ട് മാത്രം അത് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ മാഡത്തോട് പറയുന്നത്, നമ്മുടെ കുഡ് വി അവർ എക്കോ സിസ്റ്റം ഓഫ് സ്റ്റാർട്ടപ്പ് റിപ്ലിക്കേറ്റ് ദാറ്റ് സെനേറിയോ ഇൻ ബ്രിട്ടൻ. അതായത് 7500 സ്റ്റാർട്ടപ്പുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്മാർട്ട് സെൻസർ ഉള്ള, എയ്ഡ്സ് സെൻസറുള്ള, അത് നേരത്തെ ഫോർത്ത് എയ്ഡ്സിനെ സെൻസർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇക്വിപ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള സ്റ്റാർട്ടപ്പിലൂടെ മെഡിക്കൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാമെന്നുള്ളതേ ഉള്ളൂ. അത് എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? സ്റ്റാർട്ടപ്സും നേരത്തെ അറിയുക എന്നുള്ളത്, ഒന്ന്, ഇതിൻ്റെ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 4 റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ, ഓൾ പ്രിവെൻറ്റബിൾ. അതെല്ലാം നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാത്രം നമുക്കറിയില്ല, ആരുടെ ബ്ലഡാണ് കിട്ടിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് ഇൻഫെക്റ്റഡ് ആയിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മദർ ടു ചൈൽഡ്, അഗൈൻ ദ ചൈൽഡ് ഹാസ് നത്തിങ് ടു ഡു ഇൻ ഇറ്റ്, ബട്ട് ദ മദർ ഹാസ്. ബട്ട് മദർ മേ ഓൾസോ നോട്ട് നോ. പ്രഗ്നൻസി സമയത്തായിരിക്കും, ഡെലിവറി സമയത്തായിരിക്കും ചിലപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ബട്ട് അതർ റൂട്ട്സ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് തന്നെ സേഫ് ആകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിപ്പം ലേറ്റ് ഡിറ്റക്ഷൻ നടക്കുന്നത് അവർ തന്നെ റിസ്ക് ഫാക്ടർ ഉണ്ടായിട്ടും കൂടെ അവർ പോവാത്തത്, അവർ അവെയർ അല്ലാത്തത് കൊണ്ടാണ്.
പിന്നെ ഇതേപോലെ ഒരു ബീപ്പോ അല്ലെങ്കിൽ ഒരു നേരത്തെ നമ്മൾ അറിയുക എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റിഗ്മ ഉള്ളിടത്തോളം കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പബ്ലിക്ലി ഒരു സാധനം ഇതേപോലെ HIV വരാൻ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ അത് നാളെ ഒരു ഇഷ്യൂ ആയി മാറും. അതുകൊണ്ട് അവനവന് ഒരു ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചു വെക്കാം, ദേ ക്യാൻ ടെസ്റ്റ് ഓൺ ദെയർ ഓൺ എന്ന്. ഈവൻ സെൽഫ് ടെസ്റ്റിംഗ് കിറ്റ് പോലും ഇന്ത്യയിൽ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. ദോ വെസ്റ്റേൺ കൾച്ചറിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ചില കൺട്രീസിൽ അത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും സെൽഫ് ടെസ്റ്റിംഗ് കിറ്റ് ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അഡോളസെൻ്റ് സെക്ഷുവാലിറ്റി നമുക്ക് കുറച്ച് റീസെൻ്റ് ആണെങ്കിലും ദർ ആർ സൊസൈറ്റീസ് വിച്ച് ഹവ് ഡെൽറ്റ് വിത്ത് ഇറ്റ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ അവിടെ എങ്ങാനും ഇതുപോലെ ഇഫക്റ്റീവ് മോഡൽസ് ഓഫ് കൺട്രോൾ ഉണ്ടോ എവിടെ ഏതെങ്കിലും രാജ്യത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ? ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. Yes, sir. Definitely, sir. Because Western countries, when the age of sexual act has decreased over there, they also have an open conversation. Avarthe schools, it is being discussed openly. And all the children have counselors. They can come and talk to those people very, very openly. And ividathe oru issue, I think it is not with the young generation. I think if you go and talk to the young generation, they are ready to talk to you. They don't have any inhibitions. It is us who are inhibited. നമ്മളാണ് അവരുടെ അടുത്ത് ചോദിക്കാനുള്ള ഇൻഹിബിഷനാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ടോക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് വി നീഡ് ടു ടോക്ക് മോർ. വി നീഡ് ടു മേക്ക് ദിസ് എ കോൺവെർസേഷൻ മാറ്റർ. നമ്മൾ തന്നെ ഇൻഹിബിറ്റഡ് ആയിട്ടിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് യങ് ജനറേഷനടുത്ത് സംസാരിക്കാൻ പോകുന്നത്? ഈവൻ പേരൻസ് ഡോണ്ട് ടോക്ക് ഇല്ലേ? നേരത്തെ നമ്മുടെ അഡോളസൻറ്റ് സ്റ്റഡീസിൽ ഐ ഹാവ് ഡൺ എ ഫ്യൂ അഡോളസൻറ്റ് സ്റ്റഡീസ്. അതിൽ ഈ മെനാർക്കി പോലും മെൻസ്ട്രുവൽ പീരിയഡിൻ്റെ കാര്യം പോലും ഒരു അമ്മ കുട്ടിയെടുത്ത് പറഞ്ഞിട്ടില്ല, മകളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. വളരെയധികം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ അമ്മമാരെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു നമ്മൾ. ഇപ്പോഴും 100% പറയാം. അതേപോലെ തന്നെ സെക്ഷുവാലിറ്റി ആയിരുന്നാലും we have to start talking at home, at schools, at the early age, because our students, our children are also getting sexually active very early, sir. We got our first HIV positive, the youngest HIV positive as 16-year-old. That means she or he is in secondary, higher secondary school. സ്കൂളിലാണ് 11th or 12th പഠിക്കുന്ന കുട്ടിയാണത്. അപ്പം we have to start talking. And ഉണ്ട് ആ പുറത്തുള്ള ആൾക്കാരിൽ ഇറ്റ് ഇസ് ദ കോണ്ടംസ് ആർ ഗിവൻ ഇൻ ദ സ്കൂൾസ്. നമ്മൾ അത്രയും വളർന്നിട്ടില്ല സർ. സോ വി മേ നോട്ട് ബി ഏബിൾ ടു ഡു ദാറ്റ്. ബട്ട് ഈവൻ നൗ നമ്മുടെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ സർ, വിച്ച് വി ആർ സപ്പോസ് ടു ബി ടേക്കിംഗ് ഇൻ സ്കൂൾസ്. ഇന്നും ദ ഏജ് ഓൾഡ് ആർഗ്യുമെൻറ്റ് ഓഫ് ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് ആർ യു പ്രൊമോട്ടിംഗ് സെക്ഷൽ ആക്ടിവിറ്റി അമംഗ് ദ സ്റ്റുഡൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇന്നും ആൾക്കാരിൽ നിന്ന് കിട്ടാറുണ്ട് സർ. സോ വി ഹാവ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഓൾ ദിസ്. നമ്മൾ കുറച്ചുകൂടെ ഒരു ഓപ്പണും നോൺ ജഡ്ജ്മെൻറ്റിലും ആയാൽ മാത്രമേ ആ സേഫ്റ്റിയിലാണ് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സപ്ലൈ നടക്കുന്നത്. സോ അതുകൊണ്ട് അത് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടിയിരിക്കുന്നു. സർ, ഡു യു വാണ്ട് ടു ആഡ് എനിത്തിങ്? ഇല്ല, അത് നമ്മുടെ ഈ അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു രീതി ഇനി ആധുനിക കാലത്ത് നടപ്പാകുമോ എന്ന് സംശയമുണ്ട്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പുതിയൊരു തലമുറ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ അനുഭവത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴേ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു. അവരുടെ പേരും നാളും ഒന്നും പറയുന്നില്ല. അവൻ 19 വയസ്സാണ്. ആ 19 വയസ്സായ പയ്യൻ BTech ഫൈനൽ ഇയർ പഠിക്കുകയാണ്. 3rd year or 4th year പഠിക്കുന്നവൻ. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവനിങ്ങനെ തിരുവനന്തപുരത്ത് വന്നപ്പോഴേ അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചില കുട്ടികളുമായിട്ട് അഭിരമിക്കേണ്ടി വന്നു. ചെറിയ പ്രശ്നമുണ്ടായി, ശാരീരിക പ്രശ്നമുണ്ടായി. പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി ആരൊക്കെയോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോസിറ്റീവാണെന്ന് കണ്ടു. അപ്പോൾ അവൻ ആകെ പരിഭ്രമിച്ച് എൻ്റെ അടുത്ത് വന്നു, എന്നെ ഫോൺ ചെയ്തു വന്ന് പറഞ്ഞു, സാറിനെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞത്, എൻ്റെ അച്ഛനോട് പറയരുത്, എൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞു.
അപ്പം ഞാൻ ചോദിച്ചു, ആ കുട്ടിയെ നിങ്ങൾ പരിശോധിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടീനെ അവൻ നിർബന്ധിച്ചു പോയി പരിശോധിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ആ കുട്ടിക്കും ഇതുപോലെ, അവളും ഇതുപോലെ തന്നെ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്, ഒരു 3 പയ്യന്മാരായിട്ട് അവർക്ക് കുട്ടിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു നഗരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് 1, 2, 3, 4 എന്ന് പറഞ്ഞിങ്ങനെ പോവല്ലേ. അപ്പോൾ കുട്ടികളിൽ ചിലർക്കെങ്കിലും അവർ ഭയപ്പെടുന്നില്ല. അവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡയബറ്റിക് മെലിറ്റസ് പോലെയോ ഒരു ലൈഫ് ലോങ് ഇങ്ങനെ മരുന്നെടുക്കാനാണ്. അതിൻ്റെ ദുരന്തം അവർ തിരിച്ചറിയുന്നില്ല. ഒരുപക്ഷെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ആത്മഹത്യ ചെയ്താലോ, ഒരു ഭാര്യാഭർത്തൃബന്ധം, വിവാഹം ഒക്കെ, മോചനമൊക്കെ നടന്നാലോ, ദൂരെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷെ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്നേഹിതനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വപ്രപഞ്ചമാണ്, അവൻ്റെ പ്രപഞ്ചമാണ് നഷ്ടപ്പെടുന്നത്. അപ്പം കാര്യഗൗരവത്തോടുകൂടെ ചില അസുഖങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ കുട്ടികൾ എല്ലാവരും ആ ഏജ് ഗ്രൂപ്പുള്ള കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് കിട്ടുന്ന ചില സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് അവർ ദുരുപയോഗപ്പെടുത്തി വലിയൊരു പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിനെ നമ്മൾ നിരാകരിക്കേണ്ടതുണ്ട്. അവരെ കൂട്ടിക്കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അതിനൊരു ബാധ്യതയുണ്ട്, എല്ലാവർക്കും. ആ ബാധ്യത ഹയർ സെക്കൻഡറി തലം മുതൽ തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കാതലായ പരിഷ്കരണം കൊണ്ടുവരണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കണം. നമ്മുടെ കുട്ടികളെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടാൻ പാടില്ല. അവർ നമ്മുടെ സമ്പത്താണ്, ഈ നാടിൻ്റെ സമ്പത്താണ്, ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് അവർ. അപ്പോൾ അവരുടെ ഒരു ദുഃഖം നമ്മുടെയും കൂടി ഒരു ദുഃഖം ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിനെ ശക്തമായി നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ചില കണക്കുകൾ, ഒരു സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആ കണക്കുകൾ കാണുമ്പോൾ മനസ്സ് വിഷമിക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്, മാറ്റിയേ മതിയാവുള്ളൂ. അതിന് നമ്മളെല്ലാവരും കൂടി ചേർന്ന ഒരു തീരുമാനമായിരിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് എടുക്കാവുന്നതല്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പൊതുസമൂഹവും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, അതിനർത്ഥം നമ്മളെല്ലാവരും എയ്ഡ്സ് രോഗികളാണെന്നുള്ളതൊന്നല്ല. നമ്മളിൽ ചിലർക്ക് ഇത് വരുന്നുണ്ട്, പക്ഷെ ആ ചിലരും ഇതാക്കണം, 0 ആയിരിക്കണം. ഇനി ഒരാൾ പോലും HIV ബാധിതരാവാൻ പാടില്ല. അതിനുള്ളൊരു ശക്തമായ IEC ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരേണ്ടവനാണ്. കസാക്സിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ഞങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത്. 5 സ്റ്റാറിൻ്റെ ഒരു പരസ്യം ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? എന്താണ്, ചിലപ്പോഴെങ്കിലും ഒന്നും ചെയ്യാതെയും ഇരിക്കുമെന്ന്. ഒന്നും ചെയ്യാതെ ഇരുന്നാൽ എനിക്ക് തോന്നുന്നു HIV നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. ഒരു റിസ്കിലും പോകാതെ നമ്മൾ ABC തിയറിയാണ് പറയുന്നത്, ആബ്സ്റ്റിനൻസ്, ബി ഫെയ്ത്ത്ഫുൾ ടു യുവർ പാർട്ട്ണർ ആൻഡ് യൂസ് കോണ്ടോംസ്. അപ്പോൾ ആബ്സ്റ്റിനൻസ് ആണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് HIV വരാനുള്ള സാഹചര്യം നിന്ന് വിട്ടു നിൽക്കുക. ഇക്കാര്യം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലാവർക്കും ഒരു ബാധ്യതയുണ്ട്. ഈ ഇൻഫർമേഷൻ കിട്ടിയത് എല്ലാവരിലേക്കും പങ്കുവയ്ക്കുക. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ഈ ഒരു HIV നിയന്ത്രണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ടും അതുപോലെ പ്രവൃത്തി കൊണ്ടും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.